നമ്മുടെ ഇളമ്പലുള്ള ഒരു വ്യക്തി ഗണേഷ് കുമാറുമായിട്ടുള്ള പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമല്ലോ. വർഷങ്ങളായിട്ടുള്ള വിഷയങ്ങൾ തന്നെ അതൊക്കെ നേരത്തെ ഗണേഷ് കുമാർ തോക്കും എന്ന് വരെ തോന്നിയ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ എല്ലാ രാഷ്ട്രീയക്കാരും അങ്ങനെ മോഹൻ തിരിച്ചു നിന്നിട്ടേ ഉള്ളൂ. നമുക്ക് ചാമക്കാല തള്ളിക്കളയാൻ പറ്റില്ല. ചാമക്കാലയുടെ പ്രവർത്തനം ഭയങ്കര കേട്ടോ. ഇവിടെയുള്ള ചെറുപ്പക്കാരെ സംബന്ധിച്ച് ഒരു കളിക്കളം, ഒരു ഗ്രൗണ്ട് അല്ലെങ്കിൽ ഗണേഷ് കുമാറിന്റെ PA നമ്മളെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്ത് പുള്ളിയായിട്ടൊരു മീറ്റിംഗ് വെച്ച് നമുക്ക് തരുമെന്നൊക്കെ. എനിക്ക് തോന്നുന്നു ഒരു 10 വട്ടമെങ്കിലും ഞാൻ പുള്ളിക്ക് മെസ്സേജ് ഇട്ടുണ്ട്. പുള്ളി റെസ്പോണ്ട് ഒന്നും ചെയ്തിട്ടില്ല. എടാ, നമ്മൾ ഇന്നും ഇവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ സംസാരിക്കുക. നമ്മളിപ്പോ ഇലക്ഷനൊക്കെയാണ്. നമ്മൾ എല്ലാ ദിവസവും ഇവിടെ വന്നിരിക്കുന്നുണ്ട്, ക്ലബ്ബിൽ വന്നിരിക്കുന്നുണ്ട്, കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ പ്രാവശ്യം നമുക്ക് പത്തനാപുരം മണ്ഡലത്തിലെ ഇലക്ഷനെ കുറിച്ച് ഒന്ന് സംസാരിച്ചത്. നിങ്ങളുടെ അഭിപ്രായങ്ങള്, കാര്യങ്ങള്, ആര് ജയിക്കും നോക്കുന്നുള്ളതല്ല, ടോട്ടലി ഈ മണ്ഡലത്തില് എന്തൊക്കെ പരിപാടികൾ നടന്ന്, എന്തൊക്കെ ചെയ്യുമായിരുന്നു, ഇനി എന്തൊക്കെ ചെയ്യാനുണ്ട്. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പത്തനാപുരം മണ്ഡലം ആണെന്ന് പറഞ്ഞാൽ നമുക്ക് പുനലൂരാണ് വളരെ അടുത്ത്. നമ്മൾ ഈ സൈഡിൽ കിടക്കുവാണ്. അപ്പം അതിനെക്കുറിച്ചുള്ള കാര്യമാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ പരിപാടിയുടെ പേര് ചുമ്മാ പറയും. അത്രയേ ഉള്ളൂ, ചുമ്മാ നമ്മൾ പറയുന്നത്. ഓക്കെ, ഈ പത്തനാപുരം മണ്ഡലത്തിൽ ഇപ്പം ഈ പ്രാവശ്യം 2026 സ്ഥാനാർത്ഥികൾ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഗണേഷ് കുമാർ വർഷങ്ങൾ കൊണ്ട് പിന്നെ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു ചാമക്കാല ആദ്യമായിട്ട് വന്നത് UDF സ്ഥാനാർത്ഥി അല്ലേ. അപ്പം ഇവര് രണ്ടുപേരും തമ്മിലാണ് മത്സരം. BJPയുടെ സ്ഥാനാർത്ഥി ഇതുവരെ സ്ഥാനാർത്ഥി ആയിട്ടില്ല. BJP സ്ഥാനാർത്ഥി ആവത്തില്ല ഇപ്പോഴേ. കാര്യം എന്ന് വെച്ചാല് കോൺഗ്രസിന്റെ അവരുടെ പട്ടിക പുറത്തു വന്നിട്ടില്ല. അത് പരസ്പരം താരതമ്യം ചെയ്ത ശേഷം ചാമക്കാലയുടെ പോസ്റ്ററുകളൊക്കെ വന്നു തുടങ്ങി. ചാമക്കാലയുടെ വന്നെങ്കിലും BJPക്ക് ഇനി ആരെന്ന് പറയാൻ പറ്റത്തില്ല. ഈ കോൺഗ്രസിനുള്ള ആളാണെന്നും പറയാൻ പറ്റത്തില്ല വരുന്നത്. അതുപോലുള്ള ഒരു പരിപാടി ഉണ്ട്. ട്രെൻഡ് അങ്ങനെ നിൽക്കുകയുണ്ട്. നമുക്ക് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, നമ്മളെല്ലാം രാഷ്ട്രീയത്തിലുള്ളവരാണ്. പക്ഷെ നമ്മൾ ആ രാഷ്ട്രീയം വെച്ചല്ല ഇവിടെ സംസാരിക്കുന്നത്. നമുക്ക് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയാം. അതിനകത്ത് പോരായ്മയും വരാം, നല്ല കാര്യങ്ങൾ ഉണ്ടാവും. തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം ബിജെപിയുടെ സ്ഥാനാർത്ഥി അവസാനം ഒരാഴ്ച ഒന്നും മത്സരത്തിലേ ഇല്ലായിരുന്നു. ജ്യോതിഷോ അങ്ങനെ എന്തോ ആരും തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ഇളമ്പല ഒരാഴ്ച എടുത്തു മാറ്റിയായിരുന്നു. പക്ഷേ പിന്നെ പത്തനാപുരം മണ്ഡലത്തിൽ BJPക്ക് അടിസ്ഥാനപരമായിട്ട് നല്ല അത്യാവശ്യം ആളുകളുള്ള ഒരു മണ്ഡലമാണ്. അവർ പക്ഷേ എന്നാലും ഒരു മത്സരം കാഴ്ചവെക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. പട്ടാഴി, തലവൂര്, മേലില, വെട്ടിക്കവല ഇവിടെ അത്യാവശ്യം BJPക്ക് സ്വാധീനമുള്ള മേഖലയാണ്. പക്ഷെ അവര് അതുപോലെ ഇലക്ഷന് അതുപോലെ വർക്ക് നടക്കുന്നില്ല. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇച്ചിരി കണക്കുള്ള ചാൻസ് ഉണ്ട്. കാരണം ഏത് വിധേനയും ഈ LDFന്റെ മൂന്നാമത്തെ ടേണ് എങ്ങനെയെങ്കിലും ഇവർക്ക് പൊളിക്കാനുള്ള പ്ലാൻ ഉണ്ട്. അതിന് ഒരിക്കലും കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്നാലോ അല്ലെങ്കിൽ BJPക്ക് ഒറ്റയ്ക്ക് നിന്നാലോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവരൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ, ഇവർ രണ്ടും കൂടെ ഒന്നാവും. അത് അല്ല, ഒന്നാവെന്ന് വെച്ചാൽ അങ്ങനല്ല, അവര് ഒന്നിച്ചിരിക്കുന്നല്ല, അത് വോട്ട് എവിടെയും മാറും. അത് വ്യക്തമായിട്ട് എനിക്ക് തോന്നാടാ. നമ്മള് നിയമത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഇപ്പൊ നിയമത്തിൽ കോൺഗ്രസ് ശക്തമായ ഒരു സ്ഥാനാർത്ഥിയാണ് കൊണ്ടുവരുന്നതെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല BJPയും കോൺഗ്രസ് തമ്മിൽ ബന്ധമുണ്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല. നിയമത്ത് സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ദുർബലനായി കഴിഞ്ഞാൽ BJPക്ക് ദുർബലനാക്കിയതിന്റെ പേരിലാണ് അവർക്ക് ആ സീറ്റ് കിട്ടിയത്. അത് നമുക്ക് ഘടകകക്ഷിയായിരുന്നു. പിന്നെ അല്ല, അങ്ങനെ നിർത്തിക്കൊണ്ടാണ് അവിടെ രാജഗോപാൽ എന്നൊരു വ്യക്തിത്വം ഉണ്ടായിരുന്നു. പുള്ളി കുറച്ചൊരു BJPയിൽ ഒരു മിതവാദിയായിട്ട് ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ട്. ഒരു മിതവാദിയായിട്ടാണ് ആളുകൾക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് തോന്നുന്നു. അല്ല, അതുകൊണ്ടല്ലേ പുള്ളി ഇപ്പൊ നമ്മൾ അറിയുന്നില്ലല്ലോ. അത് കഴിഞ്ഞ 5 വർഷം കഴിഞ്ഞിട്ട് പുള്ളി നമ്മൾ ഏതെങ്കിലും പൊതുവേദികളിലോ എവിടെയെങ്കിലും സാധ്യത പുള്ളിയെ കാണുന്നില്ലല്ലോ. പുള്ളി കുറച്ച് സത്യസന്ധമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. LDF സർക്കാരിനെ പറ്റി നല്ല കാര്യങ്ങൾ, ചെയ്ത കാര്യങ്ങളെ പറ്റി, അതല്ല ഇല്ലാത്ത കാര്യമല്ല, ചെയ്ത കാര്യങ്ങളെ പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചതിന്റെ പേര് പുള്ളി ഇപ്പൊ ഒരു മേഖലയിലും പുള്ളി നമ്മൾ കാണുന്നില്ല. പത്തനാപുരം മണ്ഡലത്തിൽ എനിക്ക് LDFന്റെ സ്വാധീനത്തെക്കാട്ടും കൂടുതൽ ഗണേഷ് കുമാറായിട്ടുള്ള ഒരു പ്രതിച്ഛായ തീർച്ചയായിട്ടും അല്ലേ? ഗണേഷ് കുമാർ തരംഗം എന്നാണോ അവന് പറയാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞു. തരംഗം പറയാൻ പറ്റില്ല. ഗണേഷ് കുമാറിന് കിട്ടുന്ന ചില വോട്ടുകളുണ്ട്, പുള്ളിക്കത് കിട്ടും. സ്ഥാനാർത്ഥിയെ നോക്കി വോട്ട് ചെയ്യുന്ന കുറച്ച് ആളുകളുടെ വോട്ട് ഗണേഷ് കുമാറിന് കിട്ടും. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ അത്രയും വെല്ലുവിളി ഇപ്രാവശ്യം ചാമക്കാലയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, കഴിഞ്ഞ വട്ടം തന്നെ നമ്മുടെ LDF തന്നെ കുറെ വിഷയം ഉണ്ടായിരുന്നു. ഉണ്ടായതിന്റെ പേരിലൊക്കെയാണ് എന്തൊക്കെയാലും തോക്കും ഗണേഷ് കുമാർ തോക്കും എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു ആൾക്കാർക്കിടയിൽ. ഇപ്പം തന്നെ ഇപ്രാവശ്യം തന്നെ അവസാന നിമിഷം കൊണ്ടുവന്ന ഒരു കേസ് വന്ന് ചാടി ഗണേഷ് കുമാറിന്. അത് പുള്ളിയുടെ അത് പക്ഷെ നമുക്ക് അതൊന്നും പറയാൻ പറ്റത്തില്ല. അത് പേഴ്സണലി ആയിട്ടുള്ള കാര്യങ്ങൾ, അത് അവരുടെ ഫാമിലി, അത് അങ്ങനെ വോട്ടിനെ ബാധിക്കുന്നു തോന്നുന്നില്ല.
പക്ഷെ ഇവർക്ക് ഒരു ആയുധമാക്കാം അത് കോൺഗ്രസിന്. അതിപ്പം പലരും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായിട്ടൊക്കെ വെച്ച് അത് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കിട്ടുന്നുണ്ട്, പക്ഷെ അത് കമ്പയർ ചെയ്യാൻ അത് പറ്റില്ല. കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതിനകത്ത് കംപ്ലൈന്റുകളൊന്നും വന്നിട്ടില്ല, അങ്ങനെ ഗാർഹിക പീഡനം അങ്ങനൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു സമയത്തോളം പുള്ളി സേഫാണ്. പുള്ളി ഒരു അങ്ങനെ അതിനകത്തൊരു കാര്യം ഉണ്ടാവത്തില്ല, അങ്ങനെ വരുത്തില്ല ആവശ്യത്തിൽ. അതുകൊണ്ട് പക്ഷെ ഇപ്രാവശ്യം മത്സരം കണക്ക് നമുക്ക് പിന്നെ ഈ പറയാൻ പറ്റില്ല. പിറവന്തൂരൊക്കെ ഇപ്പം ശക്തമായിട്ട് ഇപ്പം കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പില് ഇടതുപക്ഷത്തിന് ഭയങ്കരമായിട്ട് അടിനേരിട്ടൊരു ഉണ്ടായിരുന്നല്ലോ. അത് കാരണം ചിലപ്പോ ഇനി നമുക്ക് അടിയൊഴുക്കൾ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാ മനുഷ്യരുടെ മനസ്സിൽ ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണമെന്ന് കാണും. ഇതിപ്പോ ഞാൻ പറയുന്നത് എന്റെ ബ്രെയിനിലുണ്ടായ എന്റെ ഒബ്സർവേഷൻസ് അല്ലേ പറയുന്നത്. നീ പറയുന്നത് നിന്റെ ഒബ്സർവേഷൻസ്. തീർച്ചയായിട്ടും അതൊന്നും ആവണമെന്നില്ല ആളുകളുടെ മനസ്സിൽ. അപ്പൊ അതുകൊണ്ട് ഇത് എങ്ങനെ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റും. അല്ലേ, ഇപ്പം ഗണേഷ് കുമാർ ഒന്ന് പിന്നെ വികസനം നോക്കുന്നതിന് പിന്നെ വേറെ ആൾക്കാർക്ക് മാറ്റി ചിന്തിക്കേണ്ട കാര്യം വരത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഒരു ഹോസ്പിറ്റല് അല്ലെ കണ്ടായിരുന്നു ഹോസ്പിറ്റലിന്റെ ബിൽഡിംഗ് ഉണ്ടായിരുന്നോ? അതിന്റെ പണി ഉണ്ടായിരുന്നു. ഹോസ്പിറ്റല്, അതേപോലെ തന്നെ പിന്നെ ഒരു മാള് അവിടെ മാറ്റി മാർക്കറ്റിന്റെ ഭാഗമാണ്. അത് മൊത്തം നല്ല സൂപ്പർ ഒരു ബിൽഡിംഗ് ആക്കി. പത്തനാപുരം എന്ന് പറഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് പ്രത്യേകിച്ച് പറഞ്ഞാൽ ഗണേഷ് കുമാർ വരുന്നതിന് മുമ്പ് അവിടെ വെറും ഒരു പട്ടിക്കാടായിരുന്നു. എൻ്റെ കൂടെ ഗൾഫിലുള്ള വീട്ടിൽ പറഞ്ഞു എടാ മോനെ അവിടെ അങ്ങനെ പട്ടിക്കാടായിരുന്നു ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ അവിടെ എന്ന് പറഞ്ഞാല് ഈ പുനലൂര് വെച്ച് കമ്പയർ ചെയ്യുമെങ്കിൽ ഇതിലും നല്ല വികസനമാണ് ഇപ്പം പത്തനാപുരത്ത് നടക്കുന്നത്. അത്രയ്ക്ക് വികസനം ഉണ്ട്. ഒരുമാതിരിപ്പെട്ട ഐറ്റങ്ങളെല്ലാം ഇവിടുന്ന് ഗണേഷ് കുമാർ ഇവിടുന്ന് ചുമന്ന് അവിടെ കൊണ്ടുപോകുന്നുണ്ട്, പത്തനാപുരത്ത് കൊണ്ടുപോകുന്നുണ്ട്. അത് പുള്ളിയുടെ കഴിവാ. ഒരു ഗവൺമെന്റ് സ്ഥാപനം അല്ലെങ്കിൽ ഗവൺമെന്റുമായിട്ട് കണക്ട് ചെയ്യുന്ന സ്ഥാപനം അവിടെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത് പുള്ളി മിണ്ടാതിരുന്ന വരത്തില്ല. നമ്മൾ 5 കിലോമീറ്റർ ഉള്ളൂ പുനലൂര്. നമുക്ക് പുനലൂരാണ് ഏറ്റവും അടുത്ത് കിടക്കുന്നത്. നമ്മള് പത്തനാപുരം മണ്ഡലത്തിലാണ്. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ പുള്ളി വന്നിട്ട് ഈ പത്തനാപുരം മണ്ഡലത്തിൽ ഈ കോണി കിടക്കുന്ന നമുക്ക് കാര്യമായിട്ടുള്ള ഇതുണ്ടാവും എന്ന് വിചാരിച്ചില്ല. പക്ഷെ റോഡുകളും ഈ വർഷം എനിക്കൊന്ന് 2 വർഷം 1.5 വർഷം മുമ്പ് റോഡുകളൊക്കെ റോഡെല്ലാം ഇപ്പൊ നമ്മുടെ നരിക്കൽ വഴി ബസ് വിടുകയൊക്കെ ചെയ്തത്. കഴിഞ്ഞ ആഴ്ച ഉദ്ഘാടനം കഴിഞ്ഞ ആഴ്ചയായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവസാന നിമിഷങ്ങളിലാണെങ്കിൽ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ എളമ്പലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എളമ്പലിന്റെ വികസനങ്ങളില് അല്ല, ഇതിനകത്ത് ചെറുപ്പക്കാരുടെ പോരായ്മയായിട്ട് എനിക്ക് ഈ പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെയുള്ള ചെറുപ്പക്കാരെ സംബന്ധിച്ച് ഒരു കളിക്കളം, ഒരു ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു ടർഫ്, അത് പോരായ്മയായിട്ട് ഇവിടെ കാണുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയക്കാരും അതിനെ മോഹൻ തിരിച്ചു നിന്നിട്ടേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു നമ്മൾ അതിന്റെ പ്ലാനൊക്കെ തയ്യാറാക്കിയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഗണേഷ് കുമാറിന്റെ കാര്യം പറയാൻ കാരണം ഗണേഷ് കുമാറിന്റെ നമ്മൾ ഈ പ്ലാൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ വില്ലേജ് ഓഫീസിന്റെ ബാക്കിൽ കിടന്ന വസ്തു നമ്മൾ പോയി കണ്ടിട്ട് നമ്മൾ അതിനെ കൊണ്ട് വരപ്പിച്ച് അതിനെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ ആ പ്ലാനും തയ്യാറാക്കിയിട്ട് ഏകദേശം 1 വർഷത്തോളം നടന്ന് എനിക്ക് ഗണേഷ് കുമാറിന്റെ PA നമ്മള് വിളിക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തു. പുള്ളിയായിട്ടൊരു മീറ്റിംഗ് വെച്ച് നമുക്ക് തരുമെന്നൊക്കെ. എനിക്ക് തോന്നുന്നു ഒരു 10 വട്ടമെങ്കിലും ഞാൻ പുള്ളിക്ക് മെസ്സേജ് ഇട്ടുണ്ട്. പുള്ളി റെസ്പോണ്ട് ഒന്നും ചെയ്തിട്ടില്ല. എനിക്കില്ല. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ എളമ്പൽ എന്ന് പറയുന്ന ഒരു സ്ഥലം ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ എളമ്പലിന് ചുറ്റോട്ടം കിടക്കുന്നത് ആരംപുന്ന, ഇവിടുന്ന് ആരംപുന്ന, ആലിയാട്ട്, ഇവിടത്തെ ചീയോട്, മാടപ്പാറ, പിന്നെ ഒലപ്പയില്, പിന്നെ മീന്തലോട്, മുകളിൽ ഇത്രയും ഏരിയയിൽ പയ്യന്മാരാണ്. ഇത്ര ഏരിയയിൽ ആൾക്കാര് പിന്നെ എളമ്പൽ സഹകരിക്കുന്ന ആൾക്കാര് എളമ്പൽ എന്ന് പറയുമ്പോൾ എളമ്പൽ ഇത്ര ഇത്ര ആൾക്കാർ എളമ്പലോട് സഹകരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ഒരു കളിക്കളം ഉണ്ടെന്നുണ്ടെങ്കിൽ 1000 എനിക്ക് തോന്നുന്ന ഒരു 100-800 ആള് യുവാക്കളോ പിള്ളേരെല്ലാം ഉണ്ട്. തീർച്ചയായിട്ടും. എന്നിട്ട് പോലും പയ്യന്മാർക്ക് ഒരു സമയത്ത് നമുക്ക് എളമ്പൽ സ്കൂൾ ഉണ്ടായിരുന്നു. ആ ഒരു സ്കൂൾ എന്ന് പറഞ്ഞാൽ വൈകിട്ട് ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഒരു 4 മണി ഒരു 4:30 ആകുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ ഉള്ള ചെറുപ്പക്കാര് പിള്ളേരെല്ലാം അന്ന് നല്ല സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാവരും അഴിയോ പിടിയോ കാര്യങ്ങളൊന്നും, എല്ലാവരും സൗഹൃദം അവിടെ വന്ന് കളിക്കാൻ പോകുന്നു. ഒത്തൊരുമ ആൾക്കാർക്ക് സംഘടനയുള്ള ഒരു പ്രശ്നം തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനുശേഷം പക്ഷേ എളമ്പൽ സ്കൂളിന്റെ PTA ഭയങ്കര ആളുകൾക്കെതിരെ, ഈ കളിക്കുന്ന ആളുകൾക്കെതിരെയൊക്കെ ഭയങ്കരമായിട്ട് പ്രസ്താവനകളൊക്കെ ചെയ്ത് പിന്നെ പത്രത്തിലെ വാർത്ത വന്നു. അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയുമ്പോൾ ഇത്രയും പിള്ളേരൊക്കെ പല വേറെ കാര്യങ്ങളിലേക്ക് അവർക്ക് പണ്ട് അവരുടെ എന്തായിരുന്നു അവരുടെ ലൈഫ്, അവരുടെ എനർജി എന്ന് പറഞ്ഞാൽ വൈകിട്ട് വരുക കളിക്കാൻ പോവാന്നുള്ളതാണ്. ഇപ്പം പിള്ളേർക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. അവന്മാര് വേറെ കൂട്ടുകെട്ടിലേക്ക് പോയി തുടങ്ങി. പണ്ട് ആളുകളുണ്ട് പറയും കളിക്കാൻ പാടാന്ന് പറയും, കളിക്കാൻ വിളിച്ചോണ്ട് പോകും. ഇപ്പൊ അങ്ങനെ ഉണ്ടോ? എന്നിട്ട് ഈ ജനപ്രതിനിധികളും ബാക്കിയുള്ളവരും ഒരു കളിസ്ഥലത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചോ എന്ന് ഒരിടത്തും പറയുന്നില്ല. അത് ചിന്തിക്കുന്ന വെച്ചാൽ ഇപ്പോഴും അവര് കണക്കാക്കുന്ന പറഞ്ഞാൽ ഒരു സ്കൂളിനൊരു ഗ്രൗണ്ട് അത് ചിന്തിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഈ സ്കൂളിലെ വിദ്യാഭ്യാസം കഴിഞ്ഞ് കുറെ ചെറുപ്പക്കാർ പിള്ളേരുണ്ട് ഇതിനോട്, ക്രിക്കറ്റ് കളി ആയാലും ഫുട്ബോൾ ആയാലും ഇതിനോട് ഒരു ആവേശമുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട്.
നമ്മുടെ കൂടെ നമ്മൾ എവിടെയും കളിയണം നമ്മൾ പോകത്തില്ലയോ? പിന്നെ ആഴ്ച ഒരു ദിവസം നമ്മൾ കളിക്ക് വേണ്ടി നമ്മൾ മുടങ്ങ് വരുന്നു. ഈ ടർഫിൽ വിളക്കൂടി ടർഫ് വന്നപ്പോൾ നമ്മൾ ആഴ്ച എല്ലാ ശനിയാഴ്ച മുടങ്ങാതെ നമ്മൾ ടർഫ് രാത്രി ബുക്ക് ചെയ്ത് കളിക്ക് വരുന്നു. എല്ലാ കുട്ടികൾക്കൊന്നും പോകാൻ പറ്റത്തില്ല. അല്ല ടർഫ് നമ്മൾ എന്തുകൊണ്ട് പോന്നു? നമുക്ക് ഗ്രൗണ്ട് ഇല്ല, കളിക്കൊരു സെറ്റപ്പ് ഇല്ല. നമ്മളെല്ലാം കൂടി ഒറ്റ ദിവസം പോവാ. ആ കളിയോടുള്ള പക്ഷെ ഗ്രൗണ്ട് നമുക്ക് വരുവാന്നുണ്ടെങ്കിൽ അത് ശരിയാ, എല്ലാവർക്കും അതൊരു ആവേശം. ഈ സ്ഥലത്ത് ശരിക്കും പറഞ്ഞാൽ ഈ പിന്നെ വില്ലേജ് ഓഫീസിന്റെ ബാക്ക് സൈഡിൽ നമുക്കൊരു എനിക്കൊന്നൊരു സെവൻസ് കളിക്കാനുള്ള ഗ്രൗണ്ട് ഉണ്ട് അവിടെ. അന്ന് നമ്മൾ നോക്കിയപ്പോ ഉണ്ടായിരുന്നു. അതൊന്ന് വൃത്തിയാക്കി കിട്ടിയാൽ മതിയായിരുന്നു. കിടക്കോടാ. അതുപോലെ തന്നെ നമ്മുടെ ഒലപ്പയിൽ താഴെ നമ്മുടെ ഗ്രൗണ്ട്, അവിടെ ഗ്രൗണ്ടിലെ വയല്, അങ്ങനെയുള്ള ഒരു ഇനിഷ്യേറ്റീവ് എന്ന് വെച്ചാൽ ഇവിടെ വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒരു കാര്യങ്ങളും ഇല്ല ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് കുറച്ചും കൂടെ സ്വീകാര്യൻ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരാളെന്ന് പറഞ്ഞാൽ മന്ത്രിയായിട്ടുള്ള ഗണേഷ് കുമാറാണ്. പുള്ളി ഇപ്പൊ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ KSRTC വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ഡ്രൈവർമാരാണെങ്കിലും കണ്ടക്ടർമാരാണെങ്കിലും ഇപ്പൊ അവരൊക്കെ കുറച്ച് സമയത്തോളം നമ്മൾ ഡെയിലി മന്ത്ലി ശമ്പളം മേടിക്കുന്നവർക്ക് മാസം ആ ശമ്പളം കിട്ടിയില്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും. എന്ന് വെച്ചാൽ കുട്ടികളുടെ വിദ്യാഭ്യാസം, ചെലവ്, ഇപ്പൊ തന്നെ ഗ്യാസ് ഒന്നും ഇല്ല, അതിനിപ്പോ ആൾട്ടർനേറ്റീവ് ആയിട്ട് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്. ഇപ്പൊ ഇൻഡക്ഷൻ കുക്കർ, ഇൻഡക്ഷൻ സ്റ്റൗ ഒക്കെ മേടിക്കണ്ടേ? അപ്പൊ ഇതിനൊക്കെ മേടിക്കാനുള്ള കാശും കാര്യങ്ങളും ഒക്കെ ഒരു മാസം ശമ്പളം കിട്ടുന്ന ഒരാൾക്ക് ആ ശമ്പളം കറക്റ്റ് സമയത്ത് കിട്ടിയില്ലെങ്കിൽ പാടാണ്. അപ്പൊ അത് കുറച്ച് നാളുകൊണ്ടേ KSRTC-കാർക്ക് ഇല്ലായിരുന്നു. അതല്ല, ഇപ്പം നമ്മൾ വേറെ എല്ലാം മറന്നേക്കുക. അത് ഒരു സമയത്ത് ആ ഒരു KSRTC എന്ന് പറഞ്ഞാൽ ഇത്രയും ലക്ഷക്കണക്കിന് ആളുകളുടെ ആശ്രയമായിട്ടുള്ള ഒരു പിന്നെ ഒരു പൊതുഗതാഗതം നമുക്ക് ശരിക്കും പറഞ്ഞാൽ പൊതുഗതാഗതം ലാഭത്തിലാവണമെന്നില്ല. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ പൊതുഗതാഗതം ലാഭത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള സംരംഭമല്ല, അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ എന്നാലും ലാഭത്തിലായാലേ അവിടെയുള്ള തൊഴിലാളികൾക്ക് പ്രയോജനമുള്ളൂ. അപ്പം അത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പുള്ളി അത് ലാഭത്തിലാക്കി പുതിയ പുതിയ ഐഡിയകള് സംഭവങ്ങളൊക്കെ കൊണ്ടുവരികയും ചെയ്തത് അത് മന്ത്രി എന്ന നിലയ്ക്ക് പുള്ളിക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു മാർക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു പുള്ളി കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ പുള്ളി അത് മാത്രമല്ല, പുള്ളി നേരത്തെ പിന്നെ ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ട് ഇരുന്ന കക്ഷിയാണ്. അങ്ങനെ അതുകൊണ്ട് പുള്ളിക്ക് അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. നേരത്തെ 5 കൊല്ലം സമയത്താണ് നമ്മൾ അന്ന് കുറെ ബസ്സൊക്കെ ഇറങ്ങിയായിരുന്നു. പുള്ളി കുറച്ച് മിനി ബസ്സൊക്കെ കൂടി ഓർമ്മയുണ്ടോ സമയത്ത്? അങ്ങനെ കുറെ മിനി ബസ് ഇപ്പം തന്നെ കുറെ ബസ് ഇറങ്ങുന്നുണ്ടായിരുന്നു. ഫാസ്റ്റിൽ പോയി TV കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിലും നമുക്ക് ചാമക്കാല തള്ളിക്കളയാൻ പറ്റൂല. ചാമക്കാലയുടെ പ്രവർത്തനം ഭയങ്കര കേട്ടോ. നമുക്ക് അറിയാത്തതുകൊണ്ടാണ്, നമ്മൾ ഈ സൈഡിലേക്ക് നമുക്ക് അറിയാത്തതുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നു പിറവന്തൂർ ആ ഏരിയയില് അവിടെയൊക്കെ ചാമക്കാല ഈ 5 വർഷം പുള്ളി അവിടെ തന്നെ ഉണ്ടായിരുന്നാണ് ഈ പറയാം. പുള്ളിക്ക് അവിടെ പേഴ്സണലി എല്ലാവരെയും അറിയാം. പ്രധാനപ്പെട്ടവരുമായിട്ടൊക്കെ ഭയങ്കര എല്ലാ മേഖലയിലും പുള്ളി ചെല്ലുന്നുണ്ട്. ഏത് മേഖല, ഏത് കാര്യങ്ങൾക്കും, കല്യാണത്തിനും മരണത്തിനും ഏത് കാര്യങ്ങൾക്കും പങ്കെടുക്കുന്നുണ്ട്. പുള്ളി അങ്ങനെ പങ്കെടുക്കുന്നുണ്ട്. അപ്പം അതൊരു ഭയങ്കര പോസിറ്റീവാ ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക്. ഏറ്റവും വലിയ പോയിന്റ് അതാ. അടുത്തട്ടിലേക്ക് ഇറങ്ങി എത്ര വലിയ കാര്യങ്ങൾ ഒരാൾ ചെയ്തെന്ന് പറഞ്ഞാൽ, ഒരു വീട്ടിൽ ഒരു മരണം സംഭവിച്ചു അവിടെ ഒരാൾ ചെല്ലുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെയാണ് ആൾക്കാർ നോക്കത്തുള്ളൂ. പക്ഷെ അവിടെ നിലനിൽക്കുന്ന MLA അവിടെ റോഡ് ചെയ്ത് വെള്ളം കൊടുത്ത് കറണ്ട് ഇതെല്ലാം ചെയ്തെന്ന് പറഞ്ഞ കാര്യമില്ല. ചിലപ്പോൾ ഒരു മരണ വീട്ടിൽ ചെന്ന് കയറുന്ന ഓപ്പോസിറ്റ് ഇരിക്കുന്ന പാർട്ടിയിൽ ആളായിരിക്കും. അവിടെ പ്രായമുള്ള അമ്മ വിചാരിക്കുന്നത് ഒരു പാവല്ലടാ അവന് കൊടുത്തേക്കാം. ബാക്കി ഇത്രയും വട്ടം പുള്ളി നിന്നല്ലയോ, ഇനിയിപ്പം ചാമക്കാലം നോക്കട്ടെ എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല. ഇനി ചിലപ്പോൾ അവിടെ ഒരു അട്ടിമറിക്കൽ ചാൻസ് ഉണ്ടാവാം. അപ്പം പുള്ളി അങ്ങനെ നമ്മൾ ഡീമെറിറ്റ് ആയിട്ട് പറയാൻ പുള്ളിക്ക് അങ്ങനെ ഞാൻ ഒന്നും കണ്ടിട്ടില്ല. ചാനലിൽ വന്നിരുന്ന ഈ പുള്ളി ഭയങ്കര ഷോർട്ട് ടെമ്പേർഡാന്ന് തോന്നുന്നു. ഷോർട്ട് ടെമ്പേർഡായിട്ട് സംസാരിക്കുന്ന കാണുമ്പോൾ അത് മാത്രമേ ഉള്ളൂ എനിക്ക് പുള്ളിയുടെ ഒരു നെഗറ്റീവായിട്ട് തോന്നുന്നത്. ബാക്കിയെല്ലാം നമ്മളിപ്പോൾ സംസാരിക്കുവാണെങ്കിലും ഒക്കെ പുള്ളി അടിപൊളിയാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ രണ്ടുപേരെ നമുക്ക് എഴുതി തള്ളാൻ പറ്റത്തില്ല. ഇവിടെ ഒരു പടി മുന്നിൽ നിൽക്കുന്ന ഗണേഷ് കുമാർ തന്നെ എത്ര വർഷം അവിടെ ജയിച്ചു എന്നുള്ളതിലുണ്ട്. പിന്നെ മന്ത്രിയായിട്ടിരുന്നത്, പിന്നെ ഏത് കാര്യങ്ങളും നടക്കുന്നുണ്ട് അവിടെ വികസനം പുള്ളി അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന്റെ മേളിൽ ഒരെണ്ണം വെച്ച് ജ്യോതികുമാർ ചാമക്കാല അവിടെ കയറാൻ പറ്റും. കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു ഗണേഷ് കുമാർ ഇലക്ഷൻ സമയത്ത് വർക്ക് ചെയ്തിട്ടില്ല. ചെയ്യുന്നതിന് കാരണം കൊണ്ട് പുള്ളിക്ക് കോവിഡ് ആയിരുന്നു. അന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഇതുപോലല്ല, ചാമക്കാലയുടെ ഒരു 10 ഫ്ലെക്സിനോ 10 ബോർഡിനോ ഗണേഷ് കുമാറിന്റെ ഒരു ബോർഡേ ഉള്ളായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അന്ന് എളമ്പലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഇവിടെ നാടൻ പാട്ടൊക്കെ എല്ലാ ദിവസവും ചാമക്കാലയുടെ പ്രചാരണത്തിലുണ്ടായിരുന്നു. ചാമക്കാല കഴിഞ്ഞ വട്ടം ഇവിടങ്ങളിൽ അധികം വന്നില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വരുന്ന അവരുടെ ഒരു ടീം വരുന്നുണ്ടായിരുന്നു. ചാമക്കാലയുടെ സജീവ സാന്നിധ്യം കഴിഞ്ഞോട്ടോ അല്ല, ഡെയിലി അവർ ഡെയിലി വരുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു പരിപാടിയായിട്ട് അവർ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. അവരുടെ പ്രസൻസ് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ പന്തായൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ചാമക്കാലയാണോ ഗണേഷ് കുമാറാണോ ജയിക്കുന്നത് നമ്മൾ എന്ന് വെച്ചാൽ അങ്ങനെ പന്തായം വെക്കാൻ പറ്റും. ഇപ്പം ഗണേഷ് കുമാറിന്റെ സ്വാധീനമുള്ള അത്രയും മണ്ഡലം 25,000 വോട്ടിനാണ് അതിന് മുമ്പ് ജയിച്ചെന്ന് തോന്നുന്നു. അത്രയും മണ്ഡലത്തിൽ ഇപ്പൊ ചാമക്കാല എന്നൊരു പുതിയ ഒരാൾ വന്നിട്ട് നമ്മള് ബെറ്റ് വെക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ പുള്ളിക്ക് സ്വാധീനം ഉള്ളതാണല്ലോ. ഗണേഷ് കുമാർ തോക്കും എന്ന് വരെ തോന്നിയ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അത്രയും ഒരു ഇമ്പാക്ട് ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നില്ല. അത് നമ്മൾ ഈ സൈഡിൽ ഇരുന്ന് പറയുന്നോണ്ടാണോ എന്ന് അറിഞ്ഞൂടാ. നമ്മുടെ അത്രയും വരത്തില്ല.
കാര്യം എന്താ, കഴിഞ്ഞ വട്ടം തന്നെ LDP തന്നെയുള്ള വിഷയം ഉണ്ടായിരുന്നു. അത് CPI ആയിട്ട് എന്തോ ഒരു വിഷയങ്ങൾ കഴിഞ്ഞ വട്ടം ഉണ്ടായിരുന്നു. ഇലക്ഷൻ സമയത്ത് എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അല്ല, അങ്ങനെ ഇപ്പം പറയുവാണെങ്കിൽ പിന്നെ കേരള കോൺഗ്രസ് ബിയിൽ തന്നെ ഇപ്പൊ നമുക്ക് ഇവിടെ നമ്മുടെ ഇളമ്പലുള്ള ഒരു വ്യക്തി ഗണേഷ് കുമാറുമായിട്ടുള്ള പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമല്ലോ. വർഷങ്ങളായിട്ടുള്ള വിഷയങ്ങൾ തന്നെ, അതൊക്കെ നേരത്തെ ഉള്ള വിഷയങ്ങൾ. ബാലകൃഷ്ണനുള്ള സമയത്ത് ഉള്ള എന്തൊക്കെ വിഷയം. അല്ലടാ, പുള്ളി ആ ഒരു പത്രസമ്മേളനത്തിന്റെ ഒരു ക്ലിപ്സ് ഞാൻ കണ്ടത്. അതിപ്പം ഗണേഷ് കുമാറിനെതിരെ പറഞ്ഞത് കൊണ്ട് ഒരു ആയുധമാക്കിയതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതൊരു പ്രത്യേക മതസംഘടന എടുത്ത് പറയുകയും അതിനെ തുടർന്ന് അത് പലരും ഷെയർ ചെയ്യും, അതിന് ഭയങ്കര വാഗ്വാദങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പം ആരോഗ്യകരമായിട്ടുള്ള സംവാദങ്ങളല്ല അതിന്റെ കമന്റ് ബോക്സിൽ ഒന്നും നടന്നത്. അത് തീർച്ചയായിട്ടും തെരുവിളിയായിരുന്നു. ഏറ്റവും കൂടുതൽ നടന്നത് തെരുവിളിയായിരുന്നു. കയറിയോടാ, അടച്ചോ, കട അടച്ചോ. പിന്നെ അവിടെ ഇപ്പൊ നിന്റെ അഭിപ്രായത്തില് നമ്മൾ ഇവിടെ പത്തനാപുരത്ത് ആര് ജയിക്കാനാണ് ചാൻസ്? നമ്മൾ രണ്ട് പാർട്ടിയിൽ നിന്ന സമയത്ത് നമ്മളെ ഗണേഷ് കുമാർ ജയിച്ചിട്ടുണ്ട്. ഈ വട്ടം ജയിക്കാൻ അവൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ഗണേഷ് കുമാർ എന്ന് പറഞ്ഞു. ഇനിയിപ്പോ അവൻ ആൻസർ പറയേണ്ട ആവശ്യമില്ല. ഗണേഷ് കുമാർ ആൻസർ പറയാനല്ല, ഈ വട്ടം നമുക്ക് ചോദ്യത്തിന് നല്ല ചാൻസ് ഉണ്ട്. എടാ, അങ്ങനെ പറയാമെന്നുണ്ടെങ്കിൽ ഈ ചാമക്കാല ജയിക്കാനുള്ള റീസൺ എന്താ പറയുന്നത് എന്താണ്? കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാടുണ്ട്. ഇപ്പൊ നമ്മളൊരു 50 വർഷം അര നൂറ്റാണ്ടിന് ശേഷമാണ് കമ്മ്യൂണിസ്റ്റിൽ നിന്ന് ഭരണം മാറി കോൺഗ്രസിൽ നമ്മളെ പത്തനാപുരം ഇപ്പൊ അവരെ കയ്യിലായത്. മനസ്സിലായില്ലേ? അതിന് 50 വർഷം എടുത്തത്. അപ്പം അതനുസരിച്ച് ഇപ്പം വർക്കും കാര്യങ്ങളും എല്ലാം അവിടെ നടക്കുന്നുണ്ട്. അതനുസരിച്ച് ആൾക്കാരും എല്ലാം ഉണ്ട്. ഇപ്പം പിന്നെ എപ്പോഴത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും. അപ്പം ചാമക്കാലയ്ക്ക് അതനുസരിച്ച് നല്ല ഗുണം കിട്ടും. അതേപോലെ ജയിക്കാൻ അതിന്റെ 90% ചാൻസും കാണും. എടാ, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം പത്തനാപുരം പഞ്ചായത്ത് മാത്രമല്ലല്ലോ, അങ്ങനൊരു കാര്യമുണ്ട്. നീ വേറെ കാര്യമുണ്ട്. നമ്മൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും നമ്മളെ ആളുകളെ നോക്കിയായിരിക്കും കൂടുതൽ വോട്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ വാർഡിൽ ആരാ നിൽക്കുന്നത് അവരെ നോക്കിയായിരിക്കും നമ്മൾ മിക്കവാറും ഉള്ളവരെല്ലാം വോട്ട് ചെയ്യുന്നത്. അപ്പൊ അതേപോലെ ഗണേഷ് കുമാറിന് അതിനകത്തൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇല്ല, ഇതിനകത്ത് പിന്നെ അടിയുറച്ച രാഷ്ട്രീയക്കാർ മാത്രമേ ഉള്ളൂ അവരവരുടെ പാർട്ടി കൊടുക്കുന്നത്. ബാക്കി എന്ന് പറഞ്ഞാൽ ഇപ്പൊ അതിന്റെ കൂടെ പോയാൽ പോലും ഓപ്പോസിറ്റ് കുത്തും ടീമുകളായിരിക്കും. വ്യക്തികളെ അനുസരിച്ചാണ് ആ ഇലക്ഷൻ പോകുന്നത്. അവിടെ വികസനം അവിടെ വലിയ ചർച്ച വരുന്നില്ല. അവിടെ ഏറ്റവും കൂടുതൽ ചർച്ച വരുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ എന്റെ റോഡ്, അല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ ബൾബ്, അല്ലെങ്കിൽ എന്റെ ഒരു വീട്ടിലെ ഒരാൾക്ക് പെൻഷന് റെഡിയാക്കി തന്നെ ആരാ, ഇതൊക്കെ നോക്കിയാണ് പോകുന്നത്. നമ്മുടെ വീടിന് മുന്നിലെ പോസ്റ്റിലെ ബൾബ് മാറ്റിയിട്ടോന്ന് വരെ നമ്മൾ നോക്കാം. അപ്പുറത്തെ പോസ്റ്റില് ബൾബ് ഇട്ട് മെമ്പർ എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ അതുപോലെ നമുക്ക് ഇല്ലാതെ വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് വരും. അന്നേരം അല്ലെങ്കിൽ ഇപ്പോൾ ഒരാഴ്ച കഴിയും മെമ്പർ വന്നൊരു ബൾബ് ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കുന്നത്, നമ്മൾ വിളിച്ചു പറഞ്ഞു അപ്പോഴും ഇട്ട് അങ്ങനെ വിചാരിക്കത്തുള്ളൂ. അതുപോലെ നമ്മുടെ എന്ത് കാര്യങ്ങൾക്ക് ഒരു പെൻഷൻ ആയെങ്കിൽ ഒരു വില്ലേജ് ഓഫീസർ, താലൂക്ക് ഓഫീസർ കാര്യങ്ങൾക്ക് പോകണമെങ്കിൽ പോലും അല്ലെങ്കിൽ മെമ്പറിനെ വിളിച്ചു പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ അറിയണ്ട ഞാൻ പെൻഷൻ റെഡിയാക്കി തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കന്നുകാലിയെ വേണോ ഞാൻ റെഡിയാക്കി തരാം, കോഴിയെ വേണോ. ഇടയിൽ 10 കോഴിയെ കൊടുത്താൽ ആൾക്കാർ തലേന്ന്, അല്ലെങ്കിൽ ഒരാഴ്ച 10 കോഴിയെ കൊടുത്താൽ ആൾക്കാർ തിരിയും. പക്ഷെ നീ പറഞ്ഞൊന്നും ചാമക്കാലക്ക് ജയിക്കാനുള്ള ഒരു ഇതായിട്ട് തോന്നിയിട്ടില്ല. ജയിക്കാനുള്ള ചാൻസ് ഉണ്ടെന്നാ അത് ഞാൻ തന്നെ എന്തുകൊണ്ടാണ് ചോദിക്കുന്നത്. കാര്യം തന്നെയാണ് അതിപ്പോ ഒരു വശം. കാര്യം നല്ലൊരു പ്രവർത്തകനും നല്ല മനുഷ്യനും ആൾക്കാരുമായിട്ടെല്ലാം നല്ല ഇതായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ആളാണ്. അത് ശരിയാ. എന്ന് പറഞ്ഞ മറ്റേ ആള് പുള്ളിലൊന്നും നമ്മൾ ഒരിടത്തും പറയത്തില്ലേ. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. പുള്ളിയും ഓൾറെഡി തെളിയിച്ച ആളാണ്. പുള്ളി തെളിയിച്ചതുമാണ്. നമ്മളെ മന്ത്രിയാണ്. ഇപ്പം ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിൽ ഇപ്പൊ ഏറ്റവും നല്ല രീതിയിൽ ചെയ്ത ഒരാള്. നമ്മളെ റൂട്ടിൽ തന്നെ ആയാലും ബസ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് അനുവദിക്കുകയും എല്ലാം ചെയ്തത്. കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് നമ്മൾ പണ്ട് തൊട്ടേ ഇവിടെ പ്രവർത്തിക്കുന്ന ഇതാണ്. ഇപ്പൊ നമ്മൾ കേരളത്തിലാണ് ഇപ്പൊ നമുക്ക് 3 പാർട്ടികൾ. പക്ഷെ കേന്ദ്രത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പം BJP കോൺഗ്രസ് മാത്രമാണ്. കമ്മ്യൂണിസ്റ്റിന് ഇപ്പൊ കേരളത്തിൽ മാത്രമേ നമുക്ക് ചാൻസ് വരും. രമേശ് ഒന്നും പറയില്ല. കമ്മ്യൂണിസ്റ്റിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ കേരളം ഭരിക്കുന്ന നമ്മളെല്ലാം ജീവിക്കുന്ന ഒരു സ്ഥലം കേരളമാണ്. ഈ കേരളം ഭരിക്കുന്ന വെച്ചാൽ തുടർച്ചയായിട്ട് ചരിത്രത്തില് രണ്ടാമത്തെ വട്ടവും പിണറായി വിജയൻ സർക്കാരാണ് ഭരിക്കുന്നത്. അതിന് മുമ്പ് 3 സീറ്റിന്റെ വ്യത്യാസം അല്ല, 2 സീറ്റ് 2-3 സീറ്റ് വ്യത്യാസത്തിലാണ് VS ഭരിക്കുന്ന സമയത്ത്. VS ഇരുന്ന സമയത്ത് 2-3 സീറ്റ് വ്യത്യാസത്തിലാണ്. അന്നും ആൾക്കാർ ചോദിച്ചായിരുന്നു, നിങ്ങൾക്ക് MLA വിലക്കെടുത്തൂടായോ, വിലക്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭരണം തുടർച്ചയായിട്ട് കിട്ടത്തില്ലയോ. അപ്പോഴും VS ഒറ്റക്കാരെ പറഞ്ഞോളൂ, ഞങ്ങളെ പ്രദേശം തിരുത്താനും ജനങ്ങൾക്ക് ഇഷ്ടം, ഞങ്ങൾ അതുകൊണ്ട് 5 കൊല്ലം ഞങ്ങൾ അവിടെ ഇരുന്നോളാം. നമുക്ക് അല്ലെങ്കിൽ ആരെങ്കിലും പർച്ചേസ് ചെയ്യുന്ന താല്പര്യം CPM LDF ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യം ആ സമയത്ത് സിമ്പിൾ. ഇപ്പം തന്നെ കഴിഞ്ഞ കൊല്ലം ഇലക്ഷന് BJP കേരളത്തിൽ പറഞ്ഞ കാര്യമുണ്ട്, ഒരു 35 സീറ്റ് കിട്ടുകയെന്നുണ്ടെങ്കിൽ ഞങ്ങള് കേരളം ഭരിക്കുമെന്ന് പറഞ്ഞു. ഏത് അർത്ഥത്തിലാണ് പറഞ്ഞത്? അല്ലടാ, ഇവൻ പറഞ്ഞ ഒരു ഉണ്ണി പറഞ്ഞൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ആക്ഷേപമാണ് പറയുന്നത്. അപ്പൊ ആലോചിച്ച് നോക്ക്, ഇപ്പം കമ്മ്യൂണിസ്റ്റ് കേന്ദ്രത്തിൽ ബാക്കി ഒരുപാട് പാർട്ടികളുണ്ട്, എല്ലാവരും ഉണ്ട്. BJP അല്ലെങ്കിൽ BJPയുടെ
തീവ്ര വലതുപക്ഷ ആളുകളാണ് ഇപ്പം കേന്ദ്രത്തിൽ ഇരിക്കുന്നത്. ആ കേന്ദ്രത്തിൽ ഇരുന്ന അവരിൽ ഒരാൾ പറഞ്ഞത് ഇത്രയും സ്റ്റേറ്റുകൾ ഉണ്ടായിട്ട് കേരളത്തിലെ CM-ന്റെ കഴുത്തറത്തിട്ട് വന്ന കോടി രൂപ തരാനാണ് പറഞ്ഞത്. അപ്പൊ അവിടെ ഇരിക്കുന്നവര് ഭയക്കുന്നത് ഇവിടെ കേരളത്തിലെ ഈ പറഞ്ഞ വളരെ ഒരു കേരളത്തിലെ ആശയങ്ങളും കേരളത്തിലെ വികസനങ്ങളും പൊതുവെ കേന്ദ്രത്തിനും അല്ലെങ്കിൽ കോൺഗ്രസിനും താല്പര്യമല്ല. ഒരിക്കലും വികസിക്കാൻ പാടില്ല. വികസനം മുരൾച്ച ഉണ്ടാവണം നമ്മുടെ കേരളം. അന്ന് ഇങ്ങനെയാണ് അവരായിരിക്കും. അവര് പറയുന്നുണ്ടല്ലോ, ഇപ്പം വന്ന് BJP തന്നെ രാജ്യസന്ദേശകരൻ തിരുവനന്തപുരം പുള്ളി പറയുന്നത് കേരളത്തെ അങ്ങ് വലുതാക്കാന്ന് പറയുന്നത്. ഇവർ എത്രയോ സംസ്ഥാനങ്ങൾ ഇവരയിലുണ്ട്. എന്തുകൊണ്ട് കേരളത്തിന്റെ നിലവാരത്തിനൊത്ത് എന്തുകൊണ്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല? ഏതല്ല, ഞങ്ങൾ ഒറ്റ വേറെ കാര്യം, ഏത് സംസ്ഥാനമായിട്ടാണ് കേരളത്തെ അവര് കമ്പയർ ഉദ്ദേശിക്കുന്നത്? ഏത് സംസ്ഥാനം പോലെ ആവണം ഉദ്ദേശിക്കുന്നത്? അത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇവർക്കെല്ലാം കേരളം വേണം. ഒരു കാര്യം പറയാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് എല്ലാവർക്കും ഓരോ അഭിപ്രായങ്ങളും ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മളത് തുറന്നു നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മളെ ആശയങ്ങൾ നമുക്ക് എവിടെ വേണമെങ്കിലും അത് പറയാം. ഓരോരുത്തർക്ക് ഓരോ പാർട്ടിയുണ്ട്, ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്, മനസ്സിലായില്ലേ, നേതാക്കന്മാരുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം അവരെ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഒരാൾക്ക് വേണ്ടി മറ്റേ ആളെ ഇല്ലാത്ത കാര്യം പറഞ്ഞ് അടിച്ചമർത്തുന്നതോട് നമ്മൾ യോജിക്കുന്നില്ല. നമ്മൾ സത്യം പോലെ തന്നെ പറയണം. കാര്യം നല്ലൊരാളെ നമ്മളെ എതിർ പാർട്ടി ആണെങ്കിലും നല്ലയാളാണെങ്കിൽ നല്ലത് തന്നെ പറയാം, ശരിയല്ലേ? അല്ലാതെ നമ്മൾ മറ്റേ ആൾക്ക് വേണ്ടി അത് കൊള്ളത്തില്ലെന്ന് ഒരിക്കലും പറയല്ലേ. നമ്മള് ഇപ്പൊ ഈ വട്ടം നമുക്ക് ഭരണം നമുക്കിപ്പോ അടുപ്പിച്ച് പറഞ്ഞതിന്റെ കൂട്ടി 2 വട്ടമായി. 3ാമത്തേതിലും ഇപ്പൊ ഭരണം കിട്ടുമെന്ന് തന്നെയാണ് ഇപ്പൊ ചാൻസ് പറയുന്നത്. പക്ഷെ എന്റെ കാഴ്ചപ്പാടിൽ അത് പോകുന്നുള്ള രീതിയാണ് ഞാൻ പറഞ്ഞത്. നീ പറയുന്നത് ഇനിയിപ്പം കോൺഗ്രസ് അധികാരത്തിൽ വരും, ഭരിക്കുമെന്നുള്ള രീതിയാണ് പറഞ്ഞത്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ തന്നെ ആര് മുഖ്യമന്ത്രിയാവും എന്ന് നിനക്ക് തോന്നുന്നുണ്ട്? VD സതീശനാവോ? സുധാകരൻ നിൽക്കുന്നുണ്ട്. സുധാകരനാവോ? കേസി നിൽക്കുവോ? അതാരാവും? അല്ല, അതാണ് ഏറ്റവും വലിയ വിഷയം. അല്ല, ഇവർക്ക് അതിപ്പോ ഇന്ന് തന്നെ കണ്ടില്ലേ? ഇപ്പൊ ഇന്ന് തന്നെ സുധാകരനായി. അടൂർ പ്രകാശ് പ്രശ്നം ഒത്തൊരുമയായിട്ട് പോകുന്നില്ല. ബാക്കിയുള്ള പാർട്ടിക്കാരെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവര് പറയുന്നുണ്ട് ഇന്ന ആള് മതി. അന്നേരം അവർക്ക് ഒറ്റ തീരുമാനമാണ്, ഒറ്റ ഇതാണ്. ബാക്കിയുള്ള എല്ലാ പാർട്ടിക്കാരും ഇല്ല. അത് കേഡർ സ്വഭാവമുള്ള പാർട്ടി CPM-ഉം LDF ആണ് അങ്ങനെ വരുന്നത്. ബാക്കിയുള്ള പാർട്ടിക്കാർ ടെൻഷൻ ഇല്ല. BJPക്ക് ടെൻഷൻ വല്ലതും ഉണ്ടോ കേരളത്തില്? BJPക്ക് ടെൻഷൻ ഇല്ല. BJPക്ക് ആകെ 2-3 പേരുണ്ട്. അവർക്ക് സേഫ് ആയിട്ട് അവരെ 3 കൊണ്ട് പ്രതിഷ്ഠിക്കുക. ബാക്കി പോകുന്ന വഴികട പോകുന്ന കുറച്ച് ആൾക്കാരെ ഏതാ സിനിമ ആടന്മാരെങ്കിൽ സിനിമ ആടൻ, അല്ലെങ്കിൽ ക്രിക്കറ്റുകാരൻ ആരെങ്കിലും കൊണ്ടുവന്നു ഒരാളെ കൊണ്ടുവന്ന് നിർത്തുക. എടാ നമ്മൾ എനിക്കൊന്നിപ്പോ കൂടുതൽ നമ്മൾ സംസാരിക്കുന്നത് ഇപ്പം LDF-ന്റെയും കുറിച്ച്. ഇപ്പൊ നമ്മുടെ കൊല്ലം ജില്ലയ്ക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്, കൂടുതലും LDF അനുഭവമാണ്. പക്ഷേ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോട് കൂടി അതിനൊക്കെ കുറെയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഇനി ചാത്തന്നൂരൊക്കെ അട്ടിമറിയൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ചാത്തന്നൂർ മണ്ഡലം, ഇവിടെ കൊട്ടാരക്കര ഒന്നുമില്ല. കൊട്ടാരക്കര ഒരു നമ്മൾ എടുത്തു പറയേണ്ട ഒരു മണ്ഡലമാണ്. LDF-ന് ഒരു സ്ഥാനമാനങ്ങൾ കിട്ടാത്തത് കാരണം വർഗവഞ്ചകി എന്ന് വിളിച്ച് പുറത്താക്കപ്പെട്ട ഐഷ പോറ്റിയാണ് അവിടെ മത്സരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല കേരളം അല്ലെങ്കിൽ കൊട്ടാരക്കരക്കാര് അവരോട് ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അവിടെ 2 സ്ഥാനാർത്ഥികളും മാറിയില്ലേ? അവിടെ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച രശ്മി കോൺഗ്രസ് മത്സരിച്ച രശ്മി പ്രാവശ്യം BJPക്ക്. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. ഐഷ പോറ്റി CPM ചാടി നേരെ കോൺഗ്രസിലേക്ക്. ആ പ്രയോഗം തന്നെയാണ് കറക്റ്റ്. ചാടി ഇതിനകത്ത് മെയിൻ എന്ന് പറഞ്ഞ അധികാരം. അതാണ് പത്തനാപുരത്ത് BJP ഒരു ചോദിച്ചൊന്നുമല്ല. BJPക്ക് സ്ഥാനമില്ല പത്തനാപുരത്തെ സംബന്ധിച്ച്. പത്തനാപുരത്ത് 2 പേര് തമ്മിൽ മത്സരമുള്ളൂ. പക്ഷേ നീ അങ്ങനെ പറയുവാണെങ്കിൽ വലിയ പ്രശ്നമുണ്ട്. BJPക്ക് ഇവിടെ ഇതില്ല എന്ന് പറയുവാണെങ്കിൽ BJP ഒരു ദുർബല സ്ഥാനാർത്ഥിയാണ് നിർത്തുന്നതെങ്കിൽ, അല്ലെങ്കിൽ അവർ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതുപോലെ കുറച്ച് കഴിഞ്ഞിട്ട് പ്രചാരണം നിർത്തുകയോ പിന്മാറുകയോ ചെയ്താൽ ആ വോട്ട് സ്വാഭാവികമായിട്ടും ചാമക്കാലയ്ക്ക് പോയി കഴിഞ്ഞാൽ ആ വോട്ടിന്റെ ഇതില് കുറയാൻ ചാൻസ് ഉണ്ട്. ഗണേഷ് കുമാറിന് വിജയസാധ്യത കുറയാണ് ഉണ്ടാവുന്നത് കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നത്തിനകത്തുണ്ട്. കഴിഞ്ഞോട്ട് എന്ത് സംഭവിച്ചത്? കഴിഞ്ഞ പ്രാവശ്യം എത്ര ഭൂരിപക്ഷം കിട്ടി? 10 പുറത്ത് കൊണ്ട് ഭൂരിപക്ഷം കിട്ടിയില്ല ഗണേഷ് കുമാറിന്. കഴിഞ്ഞ പ്രാവശ്യം പിന്നെ CPI-യും പലയിടത്തും എതിർപ്പായിരുന്നു. ഇപ്രാവശ്യം കഴിഞ്ഞ കൊല്ലത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം ഗണേഷ് കുമാറിന് കിട്ടത്തേ ഉള്ളൂ. ഇതുവരെ ഗണേഷ് കുമാർ അവിടെ തോൽവി അറിഞ്ഞിട്ടില്ല ആ മണ്ഡലത്തിൽ. അതുപോലെ ചുമ്മാ ഇരുന്നിട്ടുമില്ല. അവിടെയുള്ള വികസനങ്ങൾ, നല്ല വികസനങ്ങൾ ഈ ഭാഗങ്ങൾ വെച്ച് നോക്കുവാണെങ്കിൽ പ്രധാനപ്പെട്ട വികസനങ്ങൾ മൊത്തം അവിടെ എത്തിച്ചിട്ടുണ്ട് ഗണേഷ് കുമാർ. ഇനി ഗണേഷ് കുമാറിന് അങ്ങനെ നമ്മൾ ഇപ്പൊ മന്ത്രിയാണ് അല്ലെങ്കിൽ MLA ആണ് അങ്ങനെയുള്ള ഒരു ഭാവം ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്. ഇപ്പം പേഴ്സണലായിട്ട് എനിക്കുണ്ടായ അനുഭവം, ഞാൻ കൊച്ചിയിൽ ഒരു ഷൂട്ടിന്റെ ഇതായിട്ട് പോയി നമ്മുടെ നാദർശക്കാന്റെ സെറ്റിൽ വെച്ചിട്ട് നാദർശക്കെ കാണാൻ പോയതാ. അപ്പൊ ഞാൻ ഗണേശ് ചേട്ടനെ കണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ ജസ്റ്റ് സംസാരിച്ചപ്പം ഞാൻ പറഞ്ഞിങ്ങനെ ഞാൻ ഇളമ്പലിനാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ പുള്ളി വന്ന് വരൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് നമ്മൾ ഇന്ന് കുറേ നേരം സംസാരിച്ച് സിനിമയെക്കുറിച്ച് അല്ലാതെ സംസാരിച്ച്. അപ്പം പുള്ളി എന്ന് വെച്ചാൽ ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ. കുറേ വർഷങ്ങൾക്ക് മേരാനാ ഷാജി ആവശ്യമൊക്കെ എടുത്തപ്പോൾ ആ സമയത്തുള്ള കാര്യം ഞാൻ പറഞ്ഞു.
അപ്പൊ എനിക്ക് പേഴ്സണലായിട്ട് പുള്ളി എനിക്ക് ഇങ്ങനെ ഇപ്പൊ നമ്മളെ പരിചയമില്ല, നമ്മൾ ആരുമല്ല, നമ്മളൊരു AD ആയിട്ട് വർക്ക് ചെയ്യാൻ ചെയ്യുന്ന പുള്ളി അങ്ങനെ നമ്മളെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പം എനിക്ക് തോന്നുന്നു ആ പുള്ളി വളരെ മര്യാദയ്ക്ക് പെരുമാറുന്ന ഒരാളായിട്ടാണ് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയത്. ചാമക്കാലയായിട്ടുള്ള പക്ഷേ ഒരു പ്രോഗ്രാമിന് ചാമക്കാല വന്നിരുന്നു ഇവിടെ വന്നിരുന്നു. അപ്പം പുള്ളിയായിട്ട് സംസാരിക്കാനൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പുള്ളിയും അതേപോലെ തന്നെയാണ്. പുള്ളി വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. നമ്മളെ ആളുകളുമായിട്ട് ഇടപെടുന്നത് നല്ല രീതിയിലുള്ളവരാണ്. അല്ല, രണ്ടുപേരും ആ ഒരു കാര്യത്തിൽ കുഴപ്പമില്ലാത്ത ആൾക്കാരാണ്. ജനങ്ങളോട് ഇടപെടുന്ന കാര്യത്തിൽ ഏത് കാര്യങ്ങൾ. ഗണേഷ് കുമാർ വരുന്നതിന് മുമ്പ് ഈ പത്തനാപുരത്തെ കാട്ടു പത്തനാപുരം എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അതറിയാം, കാട്ടു പത്തനാപുരം എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അതിനെയൊക്കെ ഒരു പരിധി വരെ അല്ലെങ്കിൽ മാറ്റി ഇപ്പം ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റ് വരാൻ പോവാ. ഒന്നില്ലയോ? ഇല്ല, അതിന്റെ ഇത് നടക്കുമെന്ന് തോന്നുന്നു. പത്തനാപുരത്തിന്റെ വികസനം എന്നല്ലാണ് പറയുന്നത്. ആ സ്ഥലം അത്രയും വളർത്തിയത് അല്ല, ഗണേഷ് വന്നിട്ടാണ് ആ പത്തനാപുരം ആയത്. അതുവരെ അവിടെ താമസിച്ച ആൾക്കാർ എന്നെ പറഞ്ഞിട്ടുണ്ട്. അവിടെ താമസിക്കുന്ന വെച്ചാൽ ചെറിയൊരു മേഖല, വലിയ വഴികളോ കാര്യങ്ങളോ ഒന്നും ഒരു ഡെവലപ്പ് ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു പത്തനാപുരം. അതെ, അത് ഇത്രയും ആക്കി എടുക്കണമെങ്കിൽ ഒരു MLA അല്ലെങ്കിൽ മന്ത്രി എന്നതിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് കമന്റ് കണ്ടത് ഈ നമ്മുടെ ഇളമ്പിലുള്ള ഒരു പ്രമുഖനായ രാഷ്ട്രീയ നേതാവിനെ പിണക്കിയത് കാരണം ആ സൈഡിലുള്ള വോട്ടുകൾ ഗണേഷ് കുമാറിന് കിട്ടില്ല. അത് ആ പുള്ളിയുടെ വോട്ട് കിട്ടത്തില്ലെന്നുള്ളതായിരിക്കും. പുള്ളിയുടെ വോട്ട് മാത്രം കിട്ടത്തില്ലായിരിക്കും. ബാക്കി വോട്ടൊക്കെ അവിടെ പോളൊക്കെ പോകും. വലുതായിട്ടൊന്നും ബാധിക്കുന്ന കാര്യമല്ല. പിന്നെ ഈ പറയുന്നത് പോലെ ഇപ്പൊ ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ പുള്ളിക്ക് ധൈര്യപൂർവ്വം പോയിട്ട് വോട്ട് ചോദിക്കാം. വികസന പദ്ധതികൾ ഇഷ്ടം പോലെ ഉള്ളിടത്തോളം കാലം ധൈര്യമായിട്ട് ചെല്ലാം. അതാണ് ഇപ്പൊ ഏറ്റവും വലിയൊരു പോസിറ്റീവ്. ഇപ്പൊ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ശബരിമല ഇഷ്യൂ ഒക്കെ BJP കൊണ്ടുവരുന്നുണ്ട്. അതൊന്നും ആളുകളിലേക്ക് ഇപ്പം പഴയതുപോലെ ഏശുന്നില്ല. കോൺഗ്രസിനും ഇപ്പം അങ്ങനെ പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല. ഇപ്പൊ ഈ പറയുന്ന ഗണേഷ് കുമാറിനെതിരെ പേഴ്സണൽ ആയിട്ടുള്ള ആരോപണങ്ങളൊക്കെയാണ് ഉന്നയിക്കുന്നത്. ഗണേഷ് കുമാറിന് വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് വർഷങ്ങൾ കൊണ്ട് ഇത് CPIയുടെ സീറ്റായിരുന്നു. CPIയുടെ സീറ്റായിരുന്നു. അത് CPIക്ക് ഒരു പ്രമുഖ മണ്ഡലമാണ് ഇപ്പം ഇല്ലാത്തത്. പത്തനാപുരം ഒന്നൊരു മണ്ഡലമില്ല. അതുകൊണ്ട് CPI ആളുകൾ കുറച്ച് വർഷങ്ങൾ കൊണ്ട് എനിക്ക് തോന്നുന്നു, എനിക്ക് പേഴ്സണലായിട്ടൊക്കെ അറിയാവുന്ന കുറച്ച് പേരൊക്കെ ഇതിനെ ശക്തമായിട്ട് ഗണേഷ് കുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ എതിർക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ വട്ടം ഉണ്ടായിരുന്നു, പ്രത്യക്ഷത്തിൽ വിഷയങ്ങൾ ഉണ്ടായിരുന്നു അവിടെ. എടാ, ഇപ്പൊ നമ്മളിപ്പം ഇത്രയൊക്കെ നമ്മൾ സംസാരിച്ചു. നമ്മള് ഒരു പത്തനാപുരം നമുക്കറിയാവുന്ന ഏരിയയിലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലേ. ഇത് മൊത്തത്തിലൊരു അവലോകനമൊന്നും അല്ല, നമുക്കറിയാവുന്ന നമ്മുടെ കാഴ്ച. അല്ല, നമ്മളിത് ആധികാരികമായിട്ടൊന്നും പറയുന്നതല്ലോ. നമ്മൾ കണ്ട കാര്യങ്ങള്. നമ്മൾ രാഷ്ട്രീയക്കാരല്ല, നമ്മള് മുഴുവൻ സമയം ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നടക്കുന്നവരല്ല. എന്നാൽ നമ്മൾ രാഷ്ട്രീയത്തിലുണ്ട്, നമുക്ക് വ്യക്തമായ രാഷ്ട്രീയ ബോധമുണ്ട്, നമ്മളെല്ലാം അങ്ങനെയെല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടുകളാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ പൊതുവെ ഇപ്പൊ നമ്മളെല്ലാം ഇങ്ങനെ പറയുന്നതിലും BJPക്ക് എന്താണ് ഇനി നിനക്കെന്താ തോന്നുന്നത്? കഴിഞ്ഞ കാലങ്ങളിലൊക്കെ BJP പ്രവർത്തകർ തന്നെ മറ്റു പാർട്ടികൾക്ക് വോട്ട് ചെയ്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ സ്ഥാനാർത്ഥി ജയിക്കത്തില്ലെന്ന് ഉറപ്പായതുകൊണ്ട് മറ്റു മുന്നണികൾക്ക് വോട്ട് കൊടുത്തിരുന്നു. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ അങ്ങനെ ഉണ്ടാവും തോന്നില്ല. കാരണം ഇത് ഇപ്പൊ ഈ അടുത്ത് കണ്ടതില് ഒരു അവർക്ക് തന്നെ വോട്ട് ചെയ്യുന്ന രീതിയിലുണ്ട്. കാരണം വോട്ടിംഗ് ഷെയർ ഇനി കൂടാൻ ഇപ്പൊ ഈ കുറച്ച് വർഷങ്ങൾ കൊണ്ട് BJPയുടെ സ്ഥാനാർത്ഥികൾക്ക് തന്നെ BJPക്കാർ വോട്ട് ചെയ്ത് തുടങ്ങി. അത് കാരണം അവരുടെ വോട്ടിംഗ് ഷെയർ കൂടുന്നുണ്ടെന്നാണ് ഇത്തവണ ചാൻസ് ഉണ്ട്. ശരി, അപ്പം BJPയുടെ വോട്ടിംഗ് ഷെയർ പത്തനാപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി വിജയത്തെ സ്വാധീനിക്കും ആണ് BJPയുടെ ഒരു സാധ്യത. അപ്പൊ നമ്മളിപ്പോ ഇത്രയൊക്കെ നമ്മൾ സംസാരിച്ചു. ഇതിപ്പം അവസാന കൺക്ലൂഷനാണ്, ആർക്കാണ് വിജയ സാധ്യത എന്ന് നമുക്ക് നോക്കാം. ചുമ്മാ നമ്മളുടെയൊക്കെ അഭിപ്രായം, നമുക്കറിയാവുന്ന നമ്മുടെ കൂട്ടുകാരുടെ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ എല്ലാവരുടെയും സാധ്യത വെച്ച് ഉണ്ണി, നിന്റെ ഒരു അഭിപ്രായത്തിൽ ആർക്കാണ് വിജയ സാധ്യത? വിജയ സാധ്യത നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് ചാൻസ് ഉണ്ട്. അല്ല, എന്റെ രീതിയിൽ ചാൻസ് ഉണ്ടെന്ന്. എന്റെ ഗണേഷ് കുമാർ തന്നെ ജയിക്കുമെന്നാണ്. കാരണം BJPക്ക് കുറച്ചുകൂടി വോട്ട് ഷെയർ കൂടുന്നുള്ളതല്ലാതെ ജയസാധ്യത ഒന്നും ഇങ്ങനെ കാണുന്നു. ജയസാധ്യത ഇവിടെ 100% ഗണേഷ് കുമാർ തന്നെയാണ്. പിന്നെ ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് നല്ല മത്സരം കാഴ്ചവെക്കാം. കാര്യം വെച്ചാൽ 10 കൊല്ലം കൊണ്ട് പുള്ളി ഇവിടെ പ്രവർത്തിക്കുന്നു, 5 കൊല്ലം കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കുറച്ച് വോട്ട് കൂട്ടാം. ശരി, ഇപ്പോഴത്തെ നമ്മളൊരു കൺക്ലൂഷൻ വെച്ചിട്ട് ഗണേഷ് കുമാറിനാണ് ഇവിടെ വിജയ സാധ്യത. പക്ഷേ വോട്ടിംഗ് ശതമാനം പിന്നെ ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് കൂട്ടാൻ പറ്റും. അത് പക്ഷേ BJPയുടെ പെർഫോമൻസ് അനുസരിച്ച് സ്ഥാനാർത്ഥിയും BJPയുടെ പെർഫോമൻസ് അനുസരിച്ചിട്ടാണ് വോട്ടിംഗ് ശതമാനം കൂടുക എന്നുള്ളതല്ലേ. അപ്പം അങ്ങനെ ഒരു കൺക്ലൂഷനെ നമുക്ക് നിർത്തേണ്ടി വരും. ഇപ്പം നമ്മളെ ഒരു ചുമ്മാ പറയാം എന്നുള്ളത്, നമ്മൾ ചുമ്മാ പറഞ്ഞാണ്. അത് എത്രത്തോളം യാഥാർത്ഥ്യം ഉണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. നമ്മളുടെ അഭിപ്രായങ്ങൾ നമ്മൾ പറയാണ്. ഇതിപ്പം ഗണേഷ് കുമാർ മന്ത്രി എന്ന നിലയിലും MLA എന്നുള്ള നിലയിലും
നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് ചാൻസ് കൂടുതലാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ ഒരു പ്രതിച്ഛായ, അദ്ദേഹത്തിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് പത്തനാപുരം മണ്ഡലത്തിലെ ജനങ്ങൾക്കുണ്ട്. അപ്പം അതുകൊണ്ട് കൂടിയും ഇപ്പം നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ. അപ്പം കുറച്ച് നാളുകൾക്ക് മുമ്പേ നമ്മൾ ഡിസിഷൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ട് ഉണ്ടാകും. പക്ഷെ ചാമക്കാല നമുക്ക് ഒരിക്കലും എഴുതി തള്ളാൻ പറ്റത്തില്ല. ആദ്യത്തെ പ്രാവശ്യം വന്ന് ഈ മണ്ഡലത്തിൽ അപരിചിതനായിട്ട് വന്നിട്ട് പുള്ളി ഒരു ഗംഭീര പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ആളായിട്ട് മാറുകയും അതിനുശേഷം തുടർന്ന് ഈ 5 വർഷം അദ്ദേഹം ഈ മണ്ഡലത്തിൽ തന്നെ ഉണ്ടായിരുന്നു. എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ വീടുകളിലും വ്യക്തിപരമായിട്ട് പുള്ളിക്ക് അറിയാം, എല്ലാവരെയും അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ പ്രകടനവും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. രണ്ടുപേർക്കും അവസരങ്ങളുണ്ട്. നമ്മൾ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളായിട്ട് തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു. ബൈ ബൈ.